ഹായ്, കാത്തിരിപ്പുകൾക്കൊടുവിൽ ARM എന്ന് പറഞ്ഞ സിനിമ അഥവാ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓണച്ചിത്രങ്ങളിൽ അത്യാവശ്യം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മലയാള ചിത്രം കൂടിയാണ് ARM എന്നുള്ളത്. ടൊവിനോയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സംവിധായകൻ്റെ പേര് എന്നുള്ളത് ജിതിൻ ലാൽ എന്നുള്ളതാണ്. ചിത്രം എന്തായാലും എങ്ങനെയുണ്ടെന്ന് നോക്കാം. സിനിമയുടെ കഥ നടക്കുന്നത് ഒരു 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ്. ഏകദേശം 1900-ൻ്റെ പശ്ചാത്തലത്തിലും 1950-കളുടെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ 1990-കളുടെ പശ്ചാത്തലത്തിലും. എന്തായാലും ഈ ഒരു 3 കാലഘട്ടങ്ങളിൽ 3 വ്യത്യസ്ത കഥാപാത്രങ്ങളുണ്ട്. തലമുറയിൽപ്പെട്ട 3 ആളുകളാണ്. അപ്പോൾ ഇവരെ എല്ലാം തന്നെ കണക്ട് ചെയ്യിപ്പിക്കുന്ന വിഷയം എന്നുള്ളത് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ട്രഷറാണ്. ആ ട്രഷർ എന്നുള്ളത് ഒരു വിളക്കാണ്, അല്ലെങ്കിൽ ഒരു വിഗ്രഹം എന്നൊക്കെ പറയാൻ സാധിക്കും. എന്തായാലും ആ ഒരു ട്രഷറുമായിട്ട് ഈ 3 കഥാപാത്രങ്ങൾ എങ്ങനെ കണക്റ്റ് ആവുന്നു എന്നൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിലൂടെ മൊത്തത്തിൽ കാണിച്ചു തരുന്നത്. ഇനി ഈ ഒരു അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി ഒന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ARM എന്നുള്ളത്, അല്ലെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം എന്നുള്ളത്. കാരണം ഈ ഒരു സിനിമയുടെ കഥയാകട്ടെ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രകടനങ്ങളാകട്ടെ, അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് ആകട്ടെ, ഇതെല്ലാം തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. എടുത്തെനിക്ക് പറയാൻ തോന്നുന്നത് ടൊവിനോ തോമസിനെ പറ്റി തന്നെയാണ്. കാരണം ഈ സിനിമയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞു 3 കഥാപാത്രങ്ങളുണ്ട്. ഇപ്പോൾ കുഞ്ഞി കേളു, അതുപോലെ തന്നെ മണിയൻ, അതുപോലെ തന്നെ നമ്മളുടെ അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളെയും ടൊവിനോയാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 3 കഥാപാത്രങ്ങളെയും നീറ്റായിട്ട് ഓരോ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. ആ കാലഘട്ടത്തോട് യോജിച്ച് നിൽക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ ആ ഓരോ കഥാപാത്രത്തിനും ഓരോ സ്വഭാവ സവിശേഷതകളുണ്ട്. അതൊക്കെ നീറ്റായിട്ട് കൺവീൻസിങ് ആകുന്ന രീതിയിൽ സ്ക്രീനിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. കൂടാതെ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയി മാറുന്നുണ്ട്. ഇത് എടുത്തു പറയേണ്ടത് ഒരു കഥാപാത്രം, മണി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു കള്ളൻ കഥാപാത്രമാണ്. ഒരു രക്ഷയില്ലാത്തൊരു പ്രകടനമാണ് പുള്ളി തിയേറ്ററിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ ഒരു ടൊവിനോ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈയടിച്ചു പോകും. അങ്ങനെയുള്ള ഒരു പ്രകടനം എന്തായാലും ആ ഒരു കഥാപാത്രത്തിലൊക്കെ തന്നെ ടൊവിനോ കൊടുത്തിട്ടുണ്ട്. എനിക്ക് കണ്ട് തീർന്നു കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം, ആ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഒരു സ്പിൻ ഓഫ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു നല്ല സ്കോപ്പ് ഉണ്ട്. ആ കഥാപാത്രത്തേക്ക് വെച്ച് എഴുതാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ടൊവിനോയെ മാത്രമല്ല, സുരഭി ലക്ഷ്മി ആകട്ടെ, അതുപോലെ തന്നെ ഹരീഷ് ഉത്തമനാകട്ടെ, ബേസിൽ ജോസഫ് ആകട്ടെ, അങ്ങനെയുള്ള കുറച്ച് താരങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നീറ്റായിട്ടുള്ള പ്രകടനം തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ സിനിമയുടെ കഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മൂഡുണ്ട്, അല്ലെങ്കിൽ ഒരു വൈബുണ്ട്. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലേക്കുള്ളിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്തശ്ശിക്കഥയൊക്കെ കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നരേഷനിലൂടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുക. നമ്മൾ ആ ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു മുത്തശ്ശിയും കണ്ടൊരു മോൾക്ക് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് സിനിമയുടെ കഥയും ആരംഭിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും സിനിമ മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരു ഫീൽ തന്നെയാണ്. ഒരു കള്ളൻ്റെ കഥ പറയുന്നു, അതുപോലെ തന്നെ ഒരു ട്രഷർ ഹണ്ടിനെ പറ്റി ഇതിനുള്ളിൽ ഉൾക്കൊള്ളിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ ഒരു ഫാൻറ്റസിയുടെ ലോകത്തിലേക്കൊക്കെ നമ്മളെ കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു കഥയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു ഡീസൻറ്റ് കഥ എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഈ കഥയെടുത്ത് അവതരിപ്പിച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് സംവിധായകൻ എത്തിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി പറയേണ്ട ചിത്രത്തിൻ്റെ FX വർക്കുകൾ, അല്ലെങ്കിൽ VFX വർക്കുകളാകട്ടെ, അതുപോലെ തന്നെ ജോമോൻ ടി ജോണിൻ്റെയാണ് സിനിമയുടെ സിനിമാറ്റോഗ്രഫി വർക്ക് ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ദീപു തോമസിൻ്റെയാണ് മ്യൂസിക് വർക്ക്. ഒരു രക്ഷയില്ല കേട്ടോ. എടുത്തു പറയേണ്ടത് ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂർ രംഗങ്ങളിലടുത്ത്, അല്ലെങ്കിൽ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരൊക്കെ ശ്രമിക്കുന്ന ആ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടാണ് ആ ഒരു സിറ്റുവേഷൻസ് മൊത്തം സംവിധായകൻ കടത്തിവിടുന്നത്. തീർച്ചയായിട്ടും നല്ല രസമായിരുന്നു. തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് എന്തോ ഒരു പ്രത്യേക വൈബായിരുന്നു ആ ഒരു ടൈമിൽ നിന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഷമീർ മുഹമ്മദിൻ്റെയാണ് എഡിറ്റിംഗ് എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഡിറ്റിംഗ് വർക്കും ഒക്കെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ടെക്നിക്കലിയും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു സിനിമയാണ്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ ഒരിക്കലും ഒരു ഫാസ്റ്റ് പേസ് നരേഷനുള്ള സിനിമയല്ല. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നല്ല രീതിയിൽ സിനിമ സ്ലോ ആയിട്ട് പോകുന്ന പോലെ തീർച്ചയായിട്ടും തോന്നും. അതൊന്നും മൈൻഡിൽ വെക്കേണ്ട കാര്യം തന്നെയാണ്. കൂടാതെ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ്, അല്ലെങ്കിൽ പറഞ്ഞില്ല 2 മണിക്കൂർ 20 മിനിറ്റാണ്. നമുക്കൊരു പക്ഷേ മേ ബി നിങ്ങൾക്ക് അതിലും കൂടുതൽ ലെങ്ത് ഉള്ള ഒരു സിനിമയായിട്ട് തോന്നിയേക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം കുറേ ഇടങ്ങളിൽ സ്ലോ ആയിട്ടാണ് നരേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും. അതുകൊണ്ടാണ് അത്രയും ലെങ്ത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി കൊണ്ടെല്ലാം തന്നെ സിനിമ ഓക്കെ തന്നെയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഫാമിലി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂത്ത് ഓഡിയൻസ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു
പ്രതീക്ഷ എന്നുള്ളത്. എന്തായാലും പിന്നെ 3D ആണ്. ഇപ്പോൾ 3Dയിൽ തന്നെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3D ആണ് കണ്ടത്. എനിക്ക് 3Dയിൽ കണ്ടിട്ട് അത്രയും വലിയ മാരകമായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്നുള്ള ഈ ഒരു സിനിമ 2D ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കുഴപ്പമില്ല എന്നും പറഞ്ഞ് വലിയ ഒരു 3D എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പേഴ്സണലി ഞാൻ പറയുന്നില്ല. പിന്നെ 2Dയിൽ കണ്ടവർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും അടുത്ത ദിവസം 2Dയിലും കൂടി ഒന്ന് കാണണമെന്നുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു മാക്സിമം ഒരു 7.5 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡീസൻറ്റ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം.